സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ ബേസിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ബേസിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് കെമിസ്ട്രി, അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ പ്രധാനപ്പെട്ട കുറച്ച് സയന്റിസ്റ്റുമാര്, പിന്നെ ആറ്റം എന്താണ്, ആറ്റത്തിലെ കണങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ വിശദമായിട്ടൊന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ കെമിസ്ട്രിയിലെ ബേസിക് ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഹു ഇസ് ദ ഫാദർ ഓഫ് കെമിസ്ട്രി? ആരാണ് രസതന്ത്രത്തിന്റെ പിതാവ്? നമുക്ക് എല്ലാവർക്കും അറിയാം, റോബർട്ട് ബോയിൽ. റോബർട്ട് ബോയിലാണ് നമ്മുടെ രസതന്ത്രത്തിന്റെ പിതാവ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ആദ്യത്തെ സയന്റിസ്റ്റ് ആണ് കേട്ടോ റോബർട്ട് ബോയിൽ. അപ്പൊ നമ്മുടെ ആദ്യത്തെ സയന്റിസ്റ്റ് ആണ് റോബർട്ട് ബോയിൽ. ആരാണ് റോബർട്ട് ബോയിൽ? രസതന്ത്രത്തിന്റെ പിതാവ്. അങ്ങനെയാണെങ്കിൽ മോഡേൺ രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഹു ഇസ് ദ ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി? ആധുനിക രസതന്ത്രത്തിന്റെ പിതാവാണ് അന്റോയിൻ ലവോസിയർ. ഓക്കെ, അന്റോയിൻ ലവോസിയർ. അപ്പൊ വെറുതെ നമ്മളോട് രസതന്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ബോയിൽ, ആധുനിക രസതന്ത്രത്തിന്റേതാണെങ്കിൽ അന്റോയിൻ ലവോസിയർ. അപ്പോ അന്റോയിൻ ലവോസിയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഫാദർ കൂടിയുണ്ട്. എന്തിന്റെ ഫാദറാണ്? ഇന്ത്യൻ കെമിസ്ട്രിയുടെ ഫാദർ. ഇന്ത്യൻ കെമിസ്ട്രിയുടെ ഫാദറാണ് ആചാര്യ പ്രഫുല്ല ചന്ദ്ര റേ. ആചാര്യ പ്രഫുല്ല ചന്ദ്ര റേ. ഇദ്ദേഹത്തെ നമ്മൾ ചുരുക്കി PC റേ എന്ന് വിളിക്കും. അപ്പോ PC റേ എന്ന് മാത്രം ഇവിടെ എഴുതിയാൽ മതിയല്ലോ. ആചാര്യ പ്രഫുല്ല ചന്ദ്ര റേ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. ഓക്കെ, അപ്പൊ നമ്മുടെ കെമിസ്ട്രിയിലെ 3 പിതാക്കന്മാരെയാണ് നമ്മൾ പഠിച്ചത്. ആരൊക്കെയാണെന്ന് നോക്കിയേ? റോബർട്ട് ബോയിൽ, ആന്റോയിൻ ലവോസിയർ, PC റേ. ഇനി നമ്മൾ നമ്മുടെ കെമിസ്ട്രിയിലെ ഒരു അടിസ്ഥാന കാര്യം പഠിക്കാൻ പോവുകയാണ്. നമ്മുടെ ആദ്യത്തെ ഹെഡിങ് ആണ് ദ്രവ്യം. ദ്രവ്യം അഥവാ പദാർത്ഥം എന്നുള്ളത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കേട്ടിട്ടുണ്ടാകും അല്ലെ? എന്താണ് ദ്രവ്യം അഥവാ പദാർത്ഥം? സ്ഥിതി ചെയ്യാൻ ആവശ്യമായതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും നമ്മൾ ദ്രവ്യം അഥവാ പദാർത്ഥം എന്ന് പറയുന്നു. സ്ഥിതി ചെയ്യാൻ ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും നമ്മൾ ദ്രവ്യം അഥവാ പദാർത്ഥം എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ഈ ദ്രവ്യത്തിന്റെ ഡെഫിനിഷനാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി ഈ ദ്രവ്യത്തിന് പല പല അവസ്ഥകളുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, അല്ലെങ്കിൽ ദ്രവ്യത്തിന്റെ അവസ്ഥകൾ എന്നൊക്കെ. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടൊരു 4 അവസ്ഥകൾ നമ്മൾ സ്കൂൾ ടൈമിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ അല്ലെ? അതെല്ലാവർക്കും അറിയാലോ. എന്നാലും ഞാൻ ഇവിടെ ഒന്ന് എഴുതാം ഏതൊക്കെയാണെന്നുള്ളത്. നോക്കിയേ, ഈ കാണുന്ന 4 ആണ് ആദ്യത്തെ 4 അവസ്ഥകൾ, നമുക്കറിയാവുന്ന നമ്മൾ പഠിച്ചിട്ടുള്ള അവസ്ഥകൾ. ഇത് കൂടാതെ ഇപ്പോൾ ഒരു 3 അവസ്ഥകളും കൂടി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ 5ാമത്തെ അവസ്ഥയാണ് ഏത്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. എന്താണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അപ്പൊ നോക്കി, നമ്മുടെ പ്രധാനപ്പെട്ട 2 സയന്റിസ്റ്റുമാരുടെ പേരുകളാണ് ബോസ് ആൻഡ് ഐൻസ്റ്റീൻ അല്ലെ? ഇനി നമ്മുടെ 6ാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. എന്താണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഒരെണ്ണം കൂടിയുണ്ട്, 7ാമത്തത്. ഏതാണ്? ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. അപ്പൊ നമ്മുടെ 7ാമനാണ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ അഥവാ സൂപ്പർ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ അവസ്ഥകള്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. നമ്മുടെ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് സൂപ്പർ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ അവസ്ഥകളൊക്കെ, അതായത് 6ാമത്തെ അവസ്ഥ ഏതാണ്, 7ാമത്തെ അവസ്ഥ ഏതാണെന്നൊക്കെ എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മളിത് പഠിക്കണം. പിന്നെ 8ാമൻ എന്ന് പറഞ്ഞ ടൈം ക്രിസ്റ്റൽ എന്ന് പറഞ്ഞൊരു അവസ്ഥ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നിലവിൽ ഇപ്പൊ 7 എണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് പഠിക്കാൻ എളുപ്പമാണ്. നമ്മൾ 1, 2, 3 ആവർത്തി പറഞ്ഞു നോക്കുമ്പോൾ തന്നെ നമുക്ക് ബൈഹാർട്ട് ആവും. എന്തൊക്കെയാണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ദ്രവ്യം എന്താണെന്ന് പറഞ്ഞു അല്ലെ? എന്താണ്? സ്ഥിതി ചെയ്യാൻ ആവശ്യമായതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും നമ്മൾ ദ്രവ്യം അഥവാ പദാർത്ഥം എന്ന് പറയുന്നു. പദാർത്ഥത്തിന്റെ 7 അവസ്ഥകളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. അപ്പോ നമ്മുടെ പദാർത്ഥത്തിന്റെ 3ാമത്തെ അവസ്ഥ ഏതാണ്? വാതകാവസ്ഥ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 7ാമത്തെ അവസ്ഥയാണ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് സൂപ്പർ ഫ്ലൂയിഡ്. ഇതും പഠിച്ചു വെക്കണം, വിട്ടുകളയരുത്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ഹെഡിങ് ആണ് ആറ്റം. എന്താണ് ആറ്റം? ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം അല്ലെ? അപ്പൊ ആറ്റം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, പക്ഷെ വളരെ പവർഫുൾ ആണ്. കാരണം അടിസ്ഥാനമാണ് ആറ്റം എന്ന് പറയുന്നത്. അപ്പോ ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം എന്ന പദം ഉണ്ടായത് ആറ്റമോസ് എന്നൊരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഓക്കെ, ആറ്റമോസ് എന്നൊരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. അപ്പൊ എന്താണ് ഈ ആറ്റമോസ് എന്ന വാക്കിന്റെ അർത്ഥം? ആറ്റമോസ് എന്ന് പറഞ്ഞാൽ വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് അർത്ഥം.
നമുക്കറിയാമല്ലേ ആറ്റം എന്ന് പറഞ്ഞാൽ എന്തൊരു ചെറുതാണ്. അപ്പൊ വിഭജിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആറ്റമോസിന്റെ അർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത്. ആറ്റമോസ് എന്നതൊരു ഗ്രീക്ക് പദമാണ്. ഓക്കെ, അപ്പോ ഇവിടെ എഴുതിയിടണോ അതൊക്കെ? വേണമെങ്കിൽ എഴുതിയിടാം. അപ്പൊ ആറ്റം എന്താണ്? ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ്. ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വന്നത്. ആ പദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വിഭജിക്കാൻ കഴിയാത്തതെന്നാണ്. ഇനി ആറ്റത്തിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആറ്റത്തിന് ചാർജ് ഇല്ല. എന്താണ് ആറ്റത്തിന്റെ പ്രത്യേകത? ആറ്റത്തിന് ചാർജ് ഇല്ല. ആരാണ് നമ്മുടെ ആറ്റം കണ്ടുപിടിച്ചത്? നമ്മുടെ കുഞ്ഞു ആറ്റം കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ജോൺ ഡാൾട്ടൺ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന 4ാമത്തെ സയന്റിസ്റ്റ് ആണ് ജോൺ ഡാൾട്ടൺ. ആറ്റം കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ജോൺ ഡാൾട്ടൺ. അദ്ദേഹമാണ് ആറ്റോമിക് സിദ്ധാന്തമൊക്കെ ആവിഷ്കരിച്ചത്. ഓക്കെ, അപ്പൊ അതൊന്നും ഇവിടെ എഴുതാം. ആറ്റം കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ജോൺ ഡാൾട്ടൺ. അപ്പൊ നമ്മുടെ ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണെങ്കിലും ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സയന്റിസ്റ്റ് ആണ് ഓസ്റ്റ്വാൾഡ്. ഓക്കെ, ഓസ്റ്റ്വാൾഡ്. അപ്പൊ അതും നമുക്ക് ഇവിടെ ഒന്ന് എഴുതിയിട്ടാം. അപ്പൊ നോക്കിയേ, നമ്മുടെ സയന്റിസ്റ്റുമാർ, നമ്മുടെ ആറ്റത്തിലെ സയന്റിസ്റ്റുമാർ ആരൊക്കെയാണ്? ആറ്റം കണ്ടുപിടിച്ച ആളാണ് ജോൺ ഡാൾട്ടൺ. പക്ഷെ ആറ്റം എന്ന പദം ഉപയോഗിച്ച ആള്, അതായത് ആദ്യമായ ആറ്റം എന്ന പദം ഉപയോഗിച്ച ആളാണ് ഓസ്റ്റ്വാൾഡ്. ഇനി നമ്മുടെ ആറ്റത്തിന് ഒരു പോയിന്റ് കൂടിയുണ്ട്. നമ്മുടെ ആറ്റത്തിനകത്തെ മൗലിക കണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ആറ്റത്തിനകത്താണ് നമ്മുടെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ തുടങ്ങിയവയൊക്കെ കാണുന്നത്. അപ്പൊ നമ്മുടെ ആറ്റത്തിലെ മൗലിക കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര നേരത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ 5 സയന്റിസ്റ്റുമാരെയാണ് പരിചയപ്പെട്ടത് അല്ലെ? അവരൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ പ്രത്യേകതകൾ എന്താണ് നമുക്ക് ഒന്നുകൂടി ഓർത്തു നോക്കാം. അപ്പോ പീസറയുടെ പ്രത്യേകത എന്തായിരുന്നു? നമ്മുടെ ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവാണ് ആര്? പി.സി. റേ. അപ്പോ ആരാണ് നമ്മുടെ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ്? അദ്ദേഹമാണ് ആന്റോയിൻ ലവോസിയർ. ആരാണ്? ആന്റോയിൻ ലവോസിയർ. അങ്ങനെയാണെങ്കിൽ ഓസ്റ്റ്വാൾഡ് ആരാണ്? നമ്മുടെ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സയന്റിസ്റ്റ് ആണ് ഓസ്റ്റ്വാൾഡ്. കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ഇനി ഫസ്റ്റ് നമ്മൾ പഠിച്ച റോബർട്ട് ബോയിൽ ആരാണ്? നമ്മുടെ രസതന്ത്രത്തിന്റെ പിതാവാണ് ആര്? റോബർട്ട് ബോയിൽ. അപ്പൊ നമ്മുടെ ആറ്റത്തിന് താഴെ വരുന്ന ഒരു സബ് ഹെഡിങ് ആണ് അടുത്തത്, ആറ്റം മോഡലുകൾ. ഓക്കെ, ആറ്റം മോഡലുകൾ. ആറ്റം മോഡൽ. നമ്മുടെ ആറ്റത്തെ കുറിച്ച് ആദ്യമായിട്ട് ഒരു സാങ്കല്പിക ഘടന ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞനാണ് ജെ തോംസൺ. ഓക്കെ, നമ്മുടെ 6ാമത്തെ സയന്റിസ്റ്റ് ജെ തോംസൺ. അപ്പോ ആറ്റത്തെ കുറിച്ച് ആദ്യമായിട്ടൊരു ഘടന ഉണ്ടാക്കിയത് ആരാണ്? ജെ തോംസൺ. അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ അറിയപ്പെടുന്നത് പ്ലം പുഡിംഗ് മോഡലാണ്. പ്ലം പുഡിംഗ് എന്താണ്? ഒരു പുഡിംഗില് പ്ലംസ് ഇങ്ങനെ കിടക്കുന്നത് പോലെ, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ. അതുപോലെ വാട്ടർമെലൺ മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ജെ തോംസന്റെ ആറ്റം മോഡൽ. അപ്പോ അടുത്ത നമ്മുടെ സയന്റിസ്റ്റ് ആണ് ആര്? ജെ തോംസൺ. ഇദ്ദേഹത്തിന് വേറെയും പ്രത്യേകതകളൊക്കെ ഉണ്ട്, നമുക്ക് പറയാം. ജെ തോംസൺ. ഇദ്ദേഹം എന്താണ് ചെയ്തത്? ഇദ്ദേഹം ആദ്യമായിട്ട്, അതായത് സാങ്കല്പികമായ ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ ഇദ്ദേഹം ഉണ്ടാക്കി. അതാണ് പ്ലം പുഡിംഗ് മോഡൽ അഥവാ വാട്ടർമെലൺ മോഡൽ. പ്ലം പുഡിംഗ് മോഡൽ അഥവാ വാട്ടർമെലൺ മോഡൽ. ഇതിനു ശേഷം ഏണസ്റ്റ് റുദർഫോർഡ് എന്നൊരു സയന്റിസ്റ്റ് വേറൊരു ആറ്റം മോഡൽ ഉണ്ടാക്കി. അതാണ് സൗരയൂഥ മാതൃകയിലുള്ള ആറ്റം മോഡൽ. അപ്പോ സൗരയൂഥ മാതൃകയിലുള്ള ആറ്റം മോഡൽ ഉണ്ടാക്കിയത് ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് എന്ന സയന്റിസ്റ്റ്. ഏണസ്റ്റ് റുദർഫോർഡ്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ എങ്ങനെയാണ്? സൗരയൂഥ മാതൃക. അപ്പൊ നമ്മുടെ ഏണസ്റ്റ് റുദർഫോർഡിന്റെ ആറ്റം മോഡലുകളിൽ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. ഈ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ നീൽസ് ബോർ എന്നൊരു സയന്റിസ്റ്റ് വേറൊരു ആറ്റം മോഡൽ ഉണ്ടാക്കി. ആ ആറ്റം മോഡൽ അറിയപ്പെടുന്ന പേരാണ് ബോർ ആറ്റം മോഡൽ. ഓക്കെ, ബോർ ആറ്റം മോഡൽ. അപ്പൊ അതുണ്ടാക്കിയ സയന്റിസ്റ്റ് ആരാണ്? നീൽസ് ബോർ. ഓക്കെ, നീൽസ് ബോർ. നമ്മുടെ ഈ 3 സയന്റിസ്റ്റുമാരും എന്താണ്? നമ്മുടെ ആറ്റത്തിന്റെ മോഡലുകൾ ഉണ്ടാക്കിയ ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ ജെ തോംസൺ ആണ് പ്ലം പുഡിംഗ് മോഡലിന്റെ ആള്. പ്ലം പുഡിംഗ് മോഡൽ അഥവാ വാട്ടർമെലൺ മോഡൽ. ഇനി നമ്മുടെ ഏണസ്റ്റ് റുദർഫോർഡ് ആണ് സൗരയൂഥ മാതൃക നിർമ്മിച്ചത്. അദ്ദേഹത്തിന്റെ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് നീൽസ് ബോർ എന്ന സയന്റിസ്റ്റ് നിർമ്മിച്ച ആറ്റം മോഡലാണ് ബോർ ആറ്റം മോഡൽ. ഇനി നമുക്കൊരു ഭാരതീയനായ സയന്റിസ്റ്റിനെ കൂടെ പറയാനുണ്ട്. അദ്ദേഹമാണ് കണാദൻ. എന്താണ് കണാദൻ പറഞ്ഞത്? ആറ്റത്തിനെ അണു എന്ന് വിശേഷിപ്പിച്ച സയന്റിസ്റ്റ് ആണ് കണാദമുനി. ആറ്റത്തിനെ അണു എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കണാദനാണ്. അതുപോലെ തന്നെ ആറ്റത്തിന്റെ പരമാണു സിദ്ധാന്തം ആവിഷ്കരിച്ച സയന്റിസ്റ്റ് ആണ് കണാദമുനി. ആറ്റത്തിന്റെ പരമാണു സിദ്ധാന്തം. അപ്പോ കണാദമുനിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ 9ാമത്തെ സയന്റിസ്റ്റ് ആണ് കണാദമുനി. അപ്പൊ നമ്മൾ പറഞ്ഞത് ആറ്റം മോഡലുകളെ പറ്റിയാണ്. ആരൊക്കെയാണ് പറഞ്ഞത്? ജെ തോംസൺ, ഏണസ്റ്റ് റുദർഫോർഡ്, നീൽസ് ബോർ ആൻഡ് കണാദമുനി. ഇവരൊക്കെ നമ്മൾ പറഞ്ഞു. അതിൽ ജെ തോംസന്റേതാണ് ആദ്യത്തെ പ്ലം പുഡിംഗ് മോഡൽ.
അടുത്തത് ഏണസ്റ്റ് റുദർഫോർഡിന്റേതാണ് സൗരയൂഥ മാതൃക. നീൽസ് ബോറിന്റേത് ബോർ ആറ്റം മോഡൽ. പിന്നെ കണാദമുനി പറഞ്ഞത് എന്താണ്? പരമാണു സിദ്ധാന്തം ആവിഷ്കരിച്ചു. അതുപോലെ ആറ്റത്തിനെ അണു എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കോഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ആറ്റത്തിലെ മൗലിക കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. അതറിയാലോ. അപ്പൊ ഞാൻ ആ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോണിനെ ഇവിടെ അതിന്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം എഴുതിക്കൊണ്ട് ഒന്ന് പറയുകയാണ്. അപ്പൊ പ്രോട്ടോണിന്റെ പി ഞാനിവിടെ എഴുതി, പി. ഇലക്ട്രോണിന്റെ ഇ, ന്യൂട്രോണിന്റെ എൻ. ഓക്കെ, പെൻ. ഈ 3 കണികകളെയും കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെ? അതായത് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഒരു സയന്റിസ്റ്റ് ആണ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് വേറൊരാളാണ്, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് മറ്റൊരാളാണ്. അപ്പൊ ഇതെങ്ങനെ ഈസി ആയിട്ട് പഠിക്കാന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു കോഡ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നെന്ന് അറിയില്ല. ഞാനൊക്കെ പഠിച്ചത് ഈ ഒരു കോഡ് വെച്ചിട്ടാണ്. അപ്പോ അതെന്താണെന്ന് പറയാം. ആ ഒരു വാക്കാണ് പെനാർട്ടീസി. ഓക്കെ, പെനാർട്ടീസി. പെനാർട്ടീസി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ പരിചയമുള്ളൊരു വാക്ക് പോലെ തോന്നും. അപ്പൊ അത് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പെൻ എന്ന വാക്കിന്റെ അടിയിലാണ് നമ്മൾ ബാക്കി RTC എന്ന് കൂടി എഴുതി കൊടുക്കുന്നത്. അപ്പൊ പെനാർട്ടീസി എന്ന് വായിക്കാം. ഇത് പെൻ RTC. ഓക്കെ, അപ്പൊ പി എന്താണെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു, പ്രോട്ടോൺ ആണ്. ഈ പി കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ആർ. ആരാണ്? നമ്മൾ ആറ് വെച്ചിട്ടുള്ള ഏതെങ്കിലും സയന്റിസ്റ്റുമാരെ ഇവിടെ പഠിച്ചായിരുന്നു? നമ്മൾ പഠിച്ചു. നമ്മളൊരു റുദർഫോർഡിനെ പഠിച്ചു, ഏണസ്റ്റ് റുദർഫോർഡ്. അപ്പൊ പി എന്നുള്ളത് ആറുമായിട്ട് നമ്മൾ കണക്ട് ആക്കി. ഇനി അടുത്തത് ഇലക്ട്രോൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ടി വെച്ചിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. ആ സയന്റിസ്റ്റ് ആണ് ആര്? തോംസൺ. വെറും തോംസൺ അല്ല, ജെ തോംസൺ. നമ്മുടെ തോംസൺ. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ആര്? തോംസൺ. ഇനി അവസാനത്തെ ഒരു സയന്റിസ്റ്റ് കൂടിയുണ്ട്, ന്യൂട്രോൺ കണ്ടുപിടിച്ച സയന്റിസ്റ്റ്. ആ സയന്റിസ്റ്റിനെ നമ്മളിവിടെ പഠിച്ചിട്ടില്ല. അതാണ് നമ്മുടെ 10ാമൻ. നമ്മുടെ 10ാമത്തെ സയന്റിസ്റ്റ് ആണ് ആര്? ചാഡ്വിക്, ജെയിംസ് ചാഡ്വിക്. ഓക്കെ, അപ്പൊ ന്യൂട്രോൺ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ആര്? ജെയിംസ് ചാഡ്വിക്. അപ്പോ ആരൊക്കെയാണ്? പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. അപ്പൊ ഇത് നമുക്ക് ഈസി ആയിട്ട്, അതായത് നമ്മൾ ഈ സയന്റിസ്റ്റുമാരുടെ പേരൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഓർത്ത് വെക്കാം. ഈ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ കണ്ടുപിടിച്ച 3 സയന്റിസ്റ്റുമാരെ നമുക്ക് പെനാർട്ടീസി എന്നുള്ള ഈ കോഡിൽ ഓർത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടമായവര് ഈ കോഡ് വെച്ച് എളുപ്പത്തിൽ പഠിച്ചെടുക്കുക. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സയന്റിസ്റ്റുമാരെ ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്കാം. ഒന്ന് പറഞ്ഞു നിങ്ങള്. റോബർട്ട് ബോയിൽ എന്താണ് ചെയ്തത്? നമ്മുടെ കെമിസ്ട്രിയുടെ പിതാവാണ് ആര്? റോബർട്ട് ബോയിൽ. അങ്ങനെയാണെങ്കിൽ മോഡേൺ കെമിസ്ട്രിയുടെ പിതാവ് ആരാണ്? ആന്റോയിൻ ലാവോസിയർ. അപ്പൊ PC റേ ആരായിരുന്നു? ഇന്ത്യൻ കെമിസ്ട്രിയുടെ പിതാവാണ് PC റേ. ജോൺ ഡാൾട്ടൺ എന്താണ്? നമ്മുടെ ആറ്റം കണ്ടുപിടിച്ചതാണ് ആര്? ജോൺ ഡാൾട്ടൺ. അങ്ങനെയാണെങ്കിൽ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സയന്റിസ്റ്റ് ആണ് ഓസ്റ്റ്വാൾഡ്. ഓക്കെ, ഇനി ജെ തോംസൺ എന്താണ് ചെയ്തത്? ആറ്റത്തിന്റെ മോഡൽ, അതായത് ഒരാറ്റത്തിന്റെ സാങ്കല്പികമായിട്ടുള്ള മോഡൽ ആദ്യമായി ഉണ്ടാക്കിയത് ആരാണ്? ജെ തോംസൺ ആണ്. ആ മോഡലാണ് എന്ത്? പ്ലം പുഡിംഗ് മോഡൽ അഥവാ വാട്ടർമെലൺ മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോ ഏണസ്റ്റ് റുദർഫോർഡ് ഇദ്ദേഹവും ആറ്റം മോഡലാണ് ഉണ്ടാക്കിയത്, സൗരയൂഥ മാതൃകയിലുള്ള ആറ്റം മോഡൽ. അപ്പൊ അടുത്ത ആളാണ് നീൽസ് ബോർ, ബോർ ആറ്റം മോഡൽ. നീൽസ് ബോർ, ബോർ ആറ്റം മോഡൽ. എളുപ്പമല്ലേ? ഇനി നമ്മുടെ കണാദമുനി, നമ്മുടെ ഭാരതീയനായ ശാസ്ത്രജ്ഞൻ പറഞ്ഞത് എന്താണ്? പരമാണു സിദ്ധാന്തം. എന്താണ്? പരമാണു സിദ്ധാന്തം ആവിഷ്കരിച്ചത് കണാദമുനിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ആറ്റത്തെ അണു എന്ന് വിശേഷിപ്പിച്ചു. ഇനി നമ്മുടെ 10ാമൻ ജെയിംസ് ചാഡ്വിക്, ഇദ്ദേഹമാണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ 10ഉം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സയന്റിസ്റ്റുമാരാണ്, കെമിസ്ട്രിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 പേരാണിത്. അപ്പൊ നമ്മുടെ അടുത്ത ഹെഡിങ്. അപ്പോ നമ്മുടെ അടുത്ത ഹെഡിങ് ആണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഒരു ന്യൂക്ലിയസ് എന്താണെന്ന് നമുക്കറിയാം. ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗമാണ് ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗമാണ് എന്ത്? ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? ന്യൂക്ലിയസ് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് റുദർഫോർഡ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് റുദർഫോർഡ്. ഇനി നമ്മുടെ ന്യൂക്ലിയസിന്റെ വേറെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമുക്കറിയാം ആറ്റത്തിനുള്ളിലെ മൗലിക കണങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺ എന്ന്, അല്ലെ? ഇതിൽ പ്രോട്ടോണും ന്യൂട്രോണും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. അതായത് ഇതാണ് ഒരു ആറ്റം എങ്കിൽ ഇതാണ് എന്ത്? ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള 2 കണങ്ങളാണ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. അപ്പൊ നമ്മുടെ ഇലക്ട്രോൺ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ ഓരോ ഓർബിറ്റ്സ് അഥവാ ഷെല്ലുകളുണ്ട്. ഇവിടെയൊക്കെയാണ് നമ്മുടെ ഇലക്ട്രോൺസ് ഇങ്ങനെ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോ ഇത് നമ്മുടെ ആറ്റം ആണെങ്കിൽ ഇതിനുള്ളിൽ ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത്. ഇനി
വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂക്ലിയസിന്റെ ചാർജ് ആണ് പോസിറ്റീവ് ചാർജ്. നമ്മുടെ ന്യൂക്ലിയസിന്റെ ചാർജ് എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ന്യൂക്ലിയസിനേക്കാൾ 10⁵5 മടങ്ങ് വലുതായിരിക്കും എന്ത്? ആറ്റം. അതായത് നമ്മുടെ ന്യൂക്ലിയസിനേക്കാൾ 10⁵5 മടങ്ങ് വലുതായിരിക്കും ആ ന്യൂക്ലിയസിന്റെ ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ന്യൂക്ലിയസിനെ പറ്റി? നമ്മുടെ ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് നമ്മുടെ പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത്. ന്യൂക്ലിയസിന് ചുറ്റുമാണ് നമ്മുടെ ഇലക്ട്രോൺസ് കറങ്ങുന്നത്. പിന്നെന്താണ്? നമ്മുടെ ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂക്ലിയസിനേക്കാൾ 10⁵5 മടങ്ങായിരിക്കും ആറ്റത്തിന്റെ വലിപ്പം. പിന്നെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? റുദർഫോർഡ് ആണ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ മൗലിക കണങ്ങളെ കുറിച്ചാണ്. അതായത് നമ്മൾ പറഞ്ഞ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോണിനെ കുറിച്ചൊക്കെ. അപ്പൊ ആദ്യം നമുക്ക് പ്രോട്ടോണിനെ കുറിച്ച് പഠിക്കാം. പ്രോട്ടോണിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പോയിന്റ് എന്താണ്? പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. ഇനി അറിയാൻ പാടില്ലാത്തൊരു ശ്രദ്ധിച്ചോളൂ, പ്രോട്ടോണിന്റെ ചാർജ് ആണ് പോസിറ്റീവ് ചാർജ്. ഓക്കെ, പ്രോട്ടോണിന്റെ ചാർജ് ആണ് പോസിറ്റീവ് ചാർജ്. ഇനി ആരാണ് നമ്മുടെ പ്രോട്ടോൺ കണ്ടുപിടിച്ചത്? നമ്മുടെ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് എന്ന സയന്റിസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഈ ഏണസ്റ്റ് റുദർഫോർഡിനെ പറ്റി നമ്മൾ മുമ്പ് ഒരു പോയിന്റ് പറഞ്ഞിരുന്നു. എന്താണ്? നമ്മുടെ ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ഏണസ്റ്റ് റുദർഫോർഡ്. അദ്ദേഹം തന്നെയാണ് നമ്മുടെ പ്രോട്ടോണും കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ഏണസ്റ്റ് റുദർഫോർഡ്. ഇനി നമ്മുടെ പ്രോട്ടോണിന്റെ മാസ് എത്രയാണ്? പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നതാണ് 1.6726 into 10⁻⁻27 കിലോഗ്രാം. എത്രയാണ്? 1.6726 into 10⁻⁻27 കിലോഗ്രാം. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോട്ടോണിന്റെ മെയിൻ ആയിട്ടുള്ള 3 പോയിന്റുകളാണ് ഞാനിപ്പോ പറഞ്ഞത്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ്, കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് എന്ന സയന്റിസ്റ്റ്, പ്രോട്ടോണിന്റെ മാസ് 1.6726 into 10⁻⁻27 കിലോഗ്രാം. വെരി ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ് പ്രോട്ടോണിനെ പറ്റിയുള്ളത്. ഇനി പ്രോട്ടോണിന്റെ 2 പ്രത്യേകതകളുണ്ട്, 2 സവിശേഷതകൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്ന കണികയാണ് എന്ത്? പ്രോട്ടോൺ. ഒരാറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്ന കണികയാണ് പ്രോട്ടോൺ. അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് എന്നും പ്രോട്ടോൺ അറിയപ്പെടുന്നു. ആറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ് എന്നും പ്രോട്ടോൺ അറിയപ്പെടുന്നു. അപ്പൊ പ്രോട്ടോണിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒരാറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡാണ്, അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് ആണ്. ഇനി അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം എപ്പോഴും തുല്യമായിരിക്കും. ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം എന്തായിരിക്കും? തുല്യമായിരിക്കും. മാറിപ്പോകരുത്. നമുക്ക് ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ, പോസിട്രോൺ അങ്ങനെ പലതും പഠിക്കാനുണ്ട്. അപ്പൊ തുല്യമായത് പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും. ഓക്കെ, അപ്പൊ പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ്, കണ്ടുപിടിച്ചത് റുദർഫോർഡ്, മാസ് 1.6726 into 10⁻⁻27 കിലോഗ്രാം. പിന്നെ എന്താണ് പറഞ്ഞത്? സവിശേഷതകൾ ഫിംഗർ പ്രിന്റ് ആണ്, ഐഡന്റിറ്റി കാർഡ് ആണ്. അതുപോലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം ഓൾവേസ് ഈക്വൽ. അപ്പൊ നമ്മൾ പ്രോട്ടോൺ പറഞ്ഞു. ഇനി നമ്മുടെ അടുത്ത മൗലിക കണമാണ് ന്യൂട്രോൺ. ന്യൂട്രോൺ. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ ആദ്യം ന്യൂട്രോണിന്റെ ചാർജ് പറയാം. എന്താണ് ന്യൂട്രോണിന്റെ ചാർജ്? ന്യൂട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് ചാർജ് ഇല്ല. അതായത് ന്യൂട്രോണിന് ചാർജ് ഇല്ല, ചാർജ്ലെസ് ആയിട്ടുള്ള കണികയാണ് ന്യൂട്രോൺ. അപ്പൊ ന്യൂട്രോണിന്റെ ചാർജിന് ഞാൻ ഇവിടെ ഒരു വട്ടപൂജ്യം ഇട്ട് വെക്കുകയാണ്, ചാർജ് ഇല്ല എന്നത് ഉദ്ദേശിക്കാൻ വേണ്ടി. ഓക്കെ, ഇനി നമ്മുടെ ഈ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? നമ്മൾ നേരത്തെ പഠിച്ചു പെനാർട്ടീസ് എന്നുള്ള കോഡ് വെച്ചിട്ട് നമ്മുടെ ന്യൂട്രോൺ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ജെയിംസ് ചാഡ്വിക്. അപ്പൊ അത് നമുക്ക് ഇവിടെ ഒന്ന് നോട്ട് ചെയ്യാം, ജെയിംസ് ചാഡ്വിക്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ന്യൂട്രോണിന്റെ മാസ് ആണ്. അപ്പൊ ന്യൂട്രോണിന്റെ മാസിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഏറ്റവും ഭാരം കൂടിയ, ഏറ്റവും മാസ് കൂടിയ മൗലിക കണമാണ് ന്യൂട്രോൺ. ഏറ്റവും വെയിറ്റ് ഉള്ളത് ന്യൂട്രോണിനാണ്. ഏറ്റവും ഭാരം കൂടിയ മൗലിക കണമാണ് ന്യൂട്രോൺ. ഏറ്റവും ഭാരം കൂടിയ മൗലിക കണമാണ് ന്യൂട്രോൺ. ന്യൂട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് 1.6749 into 10⁻⁻27 കിലോഗ്രാം ആണ്. 1.6749 into 10⁻⁻27 കിലോഗ്രാം. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ന്യൂട്രോണിന്റെ പ്രത്യേകതകൾ. എന്തൊക്കെയാണ്? ചാർജ് ഇല്ല, കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ഈ കാണുന്നതാണ് മാസ്, എന്ത്? 1.6749 into 10⁻⁻27 കിലോഗ്രാം. പിന്നെന്താണ്? ഏറ്റവും ഭാരം കൂടിയ മൗലിക കണമാണ് ന്യൂട്രോൺ. ഇനി ഈ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ഒരു മൂലകമുണ്ട് നമ്മുടെ മൂലകങ്ങൾക്കിടയിൽ. ആ മൂലകമാണ് ഹൈഡ്രജൻ.
അപ്പോൾ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ആര്? ഹൈഡ്രജൻ. അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. നമ്മുടെ ന്യൂട്രോണിന്റെ എണ്ണം നമ്മൾ കാണുന്നത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ എന്നൊരു ഇക്വേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ മാസ് നമ്പർ എന്താണ്, അറ്റോമിക് നമ്പർ എന്താണെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. നമ്മുടെ ന്യൂട്രോണിന്റെ എണ്ണം കാണുന്നത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ഓക്കെ, അപ്പൊ നമ്മുടെ ന്യൂട്രോണിന്റെ പോയിന്റ്സ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത മൗലിക കണമാണ് ഇലക്ട്രോൺ. അപ്പൊ നമ്മുടെ മൂന്നാമത്തത് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ്. ഇനി ഇലക്ട്രോൺ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് J.J. തോംസൺ. നമ്മൾ നേരത്തെ പഠിച്ചു NRTC കോഡ് വെച്ച്. ഇനി ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് 9.109 into 10⁻⁻31 കിലോഗ്രാം ആണ്. 10⁻⁻31 കിലോഗ്രാം. അപ്പൊ ഇതിന് എന്ത് മനസ്സിലാക്കാം? ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണമാണ് ഇലക്ട്രോൺ. അപ്പൊ ഏറ്റവും ഭാരം കൂടിയത് ആർക്കാണ്? ന്യൂട്രോണിനാണ്. ഏറ്റവും ഭാരം കുറഞ്ഞത് ആർക്കാണ്? ഇലക്ട്രോണിനാണ്. ഇലക്ട്രോണിന്റെ ചാർജ് ആണ് നെഗറ്റീവ്. ഇനി ഇലക്ട്രോണിന്റെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ചലിക്കുന്ന മൗലിക കണങ്ങളാണ് ഇലക്ട്രോണുകൾ. നമ്മുടെ പ്രോട്ടോണും ന്യൂട്രോണും ചലിക്കുന്നില്ല. നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് അത് രണ്ടും. പുറത്ത് സബ് ഷെല്ലുകളിൽ അല്ലെങ്കിൽ ഷെല്ലുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കണങ്ങളാണ് ആര്? ഇലക്ട്രോണുകൾ. അപ്പോ മൗലിക കണങ്ങളിൽ തന്നെ വെച്ച് ചലിക്കുന്ന കണങ്ങളാണ് ആര്? ഇലക്ട്രോണുകൾ. ഇനി നമ്മുടെ നാലാമത്തെ ഒരു മൗലിക കണമാണ് പോസിട്രോൺ. പോസിട്രോൺ എന്നൊരു വാക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല അല്ലെ? കെമിസ്ട്രി ഒക്കെ നന്നായിട്ട് അറിയാവുന്നവർക്കൊക്കെ മാത്രമേ ചിലപ്പോൾ അങ്ങനെ ഒരു വാക്ക് ഫെമിലിയർ ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ പോസിട്രോൺ എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ ഇലക്ട്രോണിന്റെ ഒരവസ്ഥ. അതായത് ഇലക്ട്രോണിന്റെ അതേ മാസ് ഉള്ളതും, ഓക്കെ, സെയിം മാസ് ആണ് രണ്ടിനും. ഇലക്ട്രോണിന്റെ അതേ മാസ് ഉള്ളതും എന്നാൽ വിപരീത ചാർജ് ഉള്ളതുമായ കണമാണ് പോസിട്രോൺ. അതായത് സെയിം മാസ് ആണ്, പക്ഷേ ചാർജ് എന്നത് വിപരീതമായിരിക്കും. പോസിട്രോൺ ഈസ് പോസിറ്റീവ്, ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്, നമുക്കറിയാലോ. പോസിട്രോൺ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോണിന്റെ അതേ മാസ് ഉള്ളതും വിപരീത ചാർജ് ഉള്ളതുമായ കണങ്ങളെയാണ് പോസിട്രോണുകൾ എന്ന് പറയുന്നത്. അപ്പൊ മാസ് നമുക്കറിയാം, നമ്മുടെ ഇലക്ട്രോണിന്റെ സെയിം മാസ് ആണ്. ഇനി കണ്ടുപിടിച്ചത് നമ്മൾ പഠിക്കാത്തൊരു സയന്റിസ്റ്റ് ആണ്, നമ്മുടെ 11ാമത്തെ സയന്റിസ്റ്റ്. ഇന്നത്തെ ക്ലാസ്സിലെ 11ാമത്തെ സയന്റിസ്റ്റ് ആണ് കാൾ ആൻഡേഴ്സൺ എന്നൊരു സയന്റിസ്റ്റ്. കാൾ ആൻഡേഴ്സൺ. ഓക്കെ, അപ്പൊ നമ്മുടെ മൗലിക കണങ്ങളുടെ ഒരു ബേസിക് ഐഡിയ കിട്ടാൻ പറ്റുന്ന ഒരു ടേബിൾ ആണിത്. ഇത് ഇങ്ങനെ എഴുതി പഠിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ പറയാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് പ്രോട്ടോൺ, നമ്മുടെ ആദ്യത്തെ മൗലിക കണം. പ്രോട്ടോൺ എന്താണ്? പോസിറ്റീവ് ആണ്. കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ്. മാസ് 1.6726 into 10⁻⁻27 കിലോഗ്രാം. അടുത്ത ആള് ന്യൂട്രോൺ ആണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല അല്ലെ, ചാർജ് ലെസ് ആയിട്ടുള്ള മൗലിക കണമാണ്. പക്ഷെ എന്താണ്? ഏറ്റവും കൂടുതൽ ഭാരമുള്ള മൗലിക കണമാണ്. ഭാരം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. അടുത്ത ആള് ഇലക്ട്രോൺ ആണ്. നെഗറ്റീവ് ചാർജ് ആണ്. J.J. തോംസൺ ആണ് കണ്ടുപിടിച്ചത്. മാസ് ആണ് 9.109 into 10⁻⁻31 കിലോഗ്രാം. ഇലക്ട്രോണിന്റെ പ്രത്യേകത എന്താണ്? ഇലക്ട്രോണിനാണ് ഏറ്റവും ഭാരം കുറവ്. അതുപോലെ തന്നെ ചലിക്കുന്ന കണികകളാണ് ഇലക്ട്രോണുകൾ. ഇനി എന്താണ് പോസിട്രോൺ? ഇലക്ട്രോണിന്റെ അതേ മാസ് ഉള്ളതും എന്നാൽ വ്യത്യസ്ത ചാർജ് ഉള്ളതുമായ കണമാണ് പോസിട്രോൺ. അപ്പൊ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു 11 സയന്റിസ്റ്റുമാരെ പഠിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് കെമിസ്ട്രി പഠിക്കുന്നവർക്കൊക്കെ പേരുകളൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ ഇനി തുടർന്ന് അങ്ങോട്ട് ഇവരെയൊക്കെ തന്നെയാണ് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ബേസിക് ക്ലാസ് ആയിരുന്നു. ഇത് നന്നായിട്ട് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.